السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സുത്തുത്വാഹ 127 മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى. ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى. وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى. ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى. കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് അല്ലാഹു തആല നൽകുന്ന ഹിദായത്തിൽ നിന്ന് മുഖം തിരിച്ച് അതിനെ അവഗണിച്ച് പോകുന്ന ആളുകൾ അവർക്ക് പ്രയാസകരമായ ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാവുക. അന്ത്യനാളിൽ അവർ അന്ധരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അവർ ചോദിക്കും, എന്ത് റബ്ബേ എന്നെ അന്ധനാക്കിയത്, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. അല്ലാഹു തആല പറയും, അപ്രകാരം തന്നെയാണ് നീ അർഹിക്കുന്നത്. എൻ്റെ ആയത്തുകൾ നിനക്ക് വന്നു, നീ അതിനെ മറന്നു കളഞ്ഞു, അതുകൊണ്ട് ഇന്ന് നിൻ്റെ കാര്യവും മറക്കുകയാണ് എന്ന് അവരോട് മറുപടി പറയപ്പെടും. ഇനി അല്ലാഹു തആല പൊതുവായി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. وكذلك അപ്രകാരം തന്നെയാണ് നജസി നാം പ്രതിഫലം നൽകുക, മൻ അസ്റഫ അതിന് വിട്ടവർക്കെല്ലാം നാം ഇപ്രകാരം തന്നെയാണ് പ്രതിഫലം നൽകുക. അതിന് വിട്ട ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം സമാനമായ സ്വഭാവത്തിൽ തന്നെയാണ് പ്രതിഫലം നാം നൽകുക. വലം യുഅ്മിൻ ബി ആയാതി റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ ആയത്തുകളെ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലാത്തവർക്ക്, വലം യുഅ്മിൻ അവർ വിശ്വസിച്ചിട്ടുമില്ല, ബി ആയാത്തി റബ്ബിഹി അവൻ്റെ റബ്ബിൻ്റെ
വചനങ്ങളെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് നാം ഇപ്രകാരം തന്നെയാണ് പ്രതിഫലം നൽകുക. മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി അസ്റഫ എന്നാൽ ഇസ്രാഫ്, അമിതമാവുക, അതിന് വിടുക, അതിൽ ലംഘിക്കുക, അതാണ് ഇസ്രാഫ്, അസ്റഫ. അപ്പം അതിന് വിടുകയും തൻ്റെ റബ്ബിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ അവർക്കെല്ലാം ഇങ്ങനെ തന്നെയാണ് നാം പ്രതിഫലം നൽകുക. സാധാരണ പറയാറുണ്ട് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന്. എന്ത് അമലാണോ ചെയ്തത് അതിനനുസരിച്ച പ്രതിഫലമാണ് കൊടുക്കുക എന്നാണ്. അപ്പം ഇവിടെ അവന് മറന്നു കണ്ണടത്ത പോലെ, അതായത് ആയത്തിനെ മറികടന്ന് പോയി, തിരിച്ച് ഓനെ കണ്ണടത്തവനാക്കി അല്ലാഹു തആല മാറ്റുന്നു. അപ്പോൾ ചെയ്ത അമലിൻ്റെ അതേ വകുപ്പിൽപ്പെട്ട പ്രതിഫലം നൽകുക എന്ന് പറയാറുണ്ട്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അതാണ് വകദാലിക നജ്സി, ഇപ്രകാരമാണ് നാം പ്രതിഫലം നൽകുക. മൻ അസ്റഫ, അതിന് കവിഞ്ഞവർക്കെല്ലാം നാം പ്രതിഫലം നൽകുക അങ്ങനെയാണ്. വലം യുഅ്മിൻ ബിആയാതി റബ്ബിഹി, അവൻ്റെ റബ്ബിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലാത്തവർക്ക് ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക. വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖാ, വലഅദാബുൽ ആഖിറ, തീർച്ചയായും ആഖിറത്തിലെ അദാബ്, പരലോകത്തെ ശിക്ഷയാവട്ടെ, അശദ്ദു, ഇതിനേക്കാൾ കഠിനമായതാണ്, വഅബ്ഖാ, എന്നെന്നും അവശേഷിക്കുന്നതുമാണ്, സ്ഥായിയായതുമാകുന്നു പരലോകത്തെ ശിക്ഷ. ദുനിയാവിൽ പക്ഷേ അവന് മൈഷത്തും നമുക്ക് പ്രയാസമായ ജീവിതം ഉണ്ടെന്നാൽ അത് കുറച്ച് കാലമേ ഉള്ളൂ. അത് ദുനിയാവെന്ന് കഴിഞ്ഞോടുകൂടി അത് കഴിഞ്ഞു. എന്നാൽ പാരത്രികമായ ലോകത്താവട്ടെ ഇതിനേക്കാളും കഠിനമായ ശിക്ഷയും എന്നെന്നും നിലനിൽക്കുന്ന ശിക്ഷയും ആ പരലോകത്തെ ശിക്ഷയാകുന്നു. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല എടുത്തു പറഞ്ഞ പ്രയോഗമാണിത്. ലഹും അദാബും ഫിൽ ഹയാത്തി ദുനിയ വല അദാബുൽ ആഖിറതി അശഖ് വമാ ലഹും മിനല്ലാഹി മിൻ വാഖ്. സൂറത്തുൽ റഅദിൽ അല്ലാഹു തആല പറഞ്ഞു, ദുനിയാവിൽ തന്നെ അവർക്ക് ശിക്ഷയുണ്ട്, എന്നാൽ വല അദാബുൽ ആഖിറതി അശഖ്, പരലോകത്തെ ശിക്ഷയാവട്ടെ കൂടുതൽ പ്രയാസകരമാണ്. വമാ ലഹും മിനല്ലാഹി മിൻ വാഖ്, പടച്ച റബ്ബിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന ആരും തന്നെ ഇല്ലതാനും എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവെന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ഇന്ന അദാബദ് ദുനിയ, തീർച്ചയായും ദുനിയാവിൽ അദാബ് എന്നുള്ളത് അഹ്വനു, നിസ്സാരമാണ്, മിൻ അദാബിൽ ആഖിറ, പരലോകത്തെ അദാബിനേക്കാൾ എത്രയോ നിസ്സാരമാണ് ദുനിയാവിലെ അദാബ് എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി എടുത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും അല്ലാഹു തആല ഇങ്ങനെയാണ് പ്രതിഫലം നൽകുക. അതിന് വിടുന്നവർക്കെല്ലാം, അല്ലാഹു വിശ്വസിക്കാത്തവർക്കെല്ലാം ഇങ്ങനെ പ്രതിഫലം നൽകും. അതിനേക്കാളേറെ പ്രയാസകരമായ ശിക്ഷയാണ് പരലോകത്തവർക്ക് ലഭിക്കാനുള്ളത്. അതാവട്ടെ അശദ്ദു വ അബ്ഖാ, അശദ്ദു കൂടുതൽ കഠിനമാണ്, ഷദീദ് അശദ് കൂടുതൽ കഠിനമാണ്, വ അബ്ഖാ എന്നെന്നും ബാക്കിയാകുന്നതുമാണ്, മുറിഞ്ഞു പോകാത്ത, അവസാനിക്കാത്ത, അറ്റമില്ലാത്ത കാലം, ഒരിക്കലും നിലയ്ക്കാത്ത ശിക്ഷയാണ് അവർക്ക് ലഭിക്കാനുള്ളത്. അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. അഫലം യഹ്ദി ലഹും, നാം അവർക്ക് വ്യക്തമാക്കി നൽകിയിട്ടില്ലേ. അഫലം യഹ്ദി ലഹും, ഹദാ, വഴി കാണിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക, മാർഗദർശനം നൽകുക എന്നൊക്കെയാണ് ഹദാ എന്ന വാക്കർത്ഥം, ഹിദായത്ത്. അഫലം യഹ്ദി ലഹും, അവർക്ക് അല്ലാഹു തആല അറിയിച്ചു നൽകിയിട്ടില്ലേ, വിവരിച്ചു കൊടുത്തിട്ടില്ലേ, എന്ത്, കം അഹ്ലക്നാ, എത്രയാണ് നാം നശിപ്പിച്ചത് എന്ന്, ഖബ്ലഹും, അവർക്ക് മുമ്പ്, മിനൽ ഖുറൂൻ, തലമുറകളിൽ നിന്ന്, അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് അല്ലാഹു തആല നശിപ്പിച്ചത് എന്ന കാര്യം അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഈ മക്കയിലെ അവിശ്വാസികളായ ആളുകൾ, അവരെ സംബന്ധിച്ച് അവർക്ക് മുമ്പ് ഒരുപാട് തലമുറകൾ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്കറിയാമല്ലോ, എല്ലാം അവർക്ക് അറിയിച്ച് കൊടുത്തതാണല്ലോ. മാത്രവുമല്ല, യംശൂന ഫീ മസാകിനിഹിം, യംശൂന, ഇവർ നടക്കുന്നു, ഫീ മസാകിനിഹിം, അവരുടെ വാസസ്ഥലത്ത് കൂടി ഇവരൊക്കെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ടല്ലോ. അഥവാ മക്കക്കാർ യാത്ര പോകുമ്പോൾ കച്ചവട ആവശ്യാർത്ഥവും അല്ലാതെയുമൊക്കെ ആയി അറബികൾ ധാരാളമായി യാത്ര ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ആ യാത്രകളിൽ പലപ്പോഴും നശിപ്പിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ നാട്ടിൽ കൂടി അവരൊക്കെ പോകാറുണ്ട്. അതൊക്കെ അവർ കാണുന്നുമുണ്ട്. ഇതൊക്കെ അവർക്കറിയില്ലേ
ഇതവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നർത്ഥം. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല സമാനമായി ആശയം പറഞ്ഞിട്ടുണ്ട്. എത്രയെത്ര തലമുറകളെയാണ് അതിന് മുമ്പ് നാം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ അല്ലാഹു തആല എടുത്ത് ഓർമ്മപ്പെടുത്താറുണ്ട്. അത് ഇവർക്കും ബാധകമാണ് എന്നർത്ഥം. മക്കയിലുള്ള ഈ ആളുകൾക്കും അതൊന്നും അല്ലാഹു തആലക്ക് ശിക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, ഒന്നാകെ നശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് കാരുണ്യം കൊണ്ട് മാത്രം അവരങ്ങനെ നിലനിന്നു പോവുകയാണ്. എത്രയെത്ര തലമുറകളെ ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചു കളഞ്ഞു, അതൊക്കെ ഇവർക്കറിയാം. മാത്രവുമല്ല ഇവരൊക്കെ ആ നാട്ടിലൂടെ പോകുന്നുമുണ്ട്. അതാണ് യംശൂന ഫി മസാകിനിഹിം. യംശൂന അവർ നടക്കുന്നു, മഷാ യംശി നടക്കുക, യംശൂന അവർ നടക്കുന്നു, മഷ നടന്നു, യംശി നടക്കും, യംശൂന അവർ നടക്കും, ഫി മസാകിനിഹിം അവരുടെ വാസസ്ഥലങ്ങളിൽ വീടുകളിൽ കൂടി അവർ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള എത്ര തലമുറകളെയാണ് നശിപ്പിച്ചത് എന്ന് അവർക്ക് വ്യക്തമാക്കിയിട്ടില്ലേ. അഫലം യഹ്ദിലഹും, അവിടെ അഫലം യഹ്ദിലഹും എന്നും ഖിറാഅത്തുള്ളതാണ്. അഫലം യഹ്ദിലഹും എന്ന സ്ഥലത്ത് അഫലം യഹ്ദിലഹും നാം അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടില്ലേ, കം അഹ്ലക്കിന നാം എത്രയാണ് നശിപ്പിച്ചത് എന്ന്. അങ്ങനെയും ഒരു ഖിറാഅത്ത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിന്നുഹാ. ഇന്ന ഫീ ദാലിക തീർച്ചയായും അതിലെല്ലാം ഉണ്ട്, ലആയാത്തിൻ ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട്, ലിഉലിന്നുഹാ ബുദ്ധിയുള്ള ആളുകൾക്ക് അതെല്ലാം ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഇന്ന തീർച്ചയായും, ല തീർച്ചയായും, രണ്ട് പ്രാവശ്യം ഉറപ്പിച്ചല്ല പറയുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലിഉലിന്നുഹാ. നുഹ എന്ന് പറഞ്ഞാൽ ശരിയായ ബുദ്ധിക്കാണ് നുഹ എന്ന് പറയാം. നുഹ പക്വതയുള്ളവൻ, ശരിയായ ബുദ്ധിയുള്ളവർക്കാണ് നുഹ എന്ന് ഹദീസിൽ ഉപയോഗിച്ച വാക്കാണ്. ലിയദിനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ എന്ന് ഞങ്ങൾ പല ഹദീസിൽ കാണാൻ കഴിയും. നുഹ ബുദ്ധി എന്ന് സാധാരണ അർത്ഥം പറയും. പക്ഷേ അൽ ഉഖൂലു സ്വഹീഹ ശരിയായ ബുദ്ധി, അതേപോലെ ഒരു അൽബാബിൽ മുസ്തഖീമ, ഇബ്നു കസീർ റഹിമഹുല്ലാ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഒരു അൽബാബിൽ മുസ്തഖീമ നേരായ ലുബ്ബുള്ളവൻ, ലുബ്ബർക്ക് കാമ്പുള്ളവൻ, ബുദ്ധിയുള്ള വിവേകമുള്ള പക്വതയുള്ള ആളുകൾക്കെല്ലാം അതിൽ ദൃഷ്ടാന്തമുണ്ട്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അഫലം യസീറു ഫിൽ അർളി ഫയകൂന ലഹും ഖുലൂബുൻ യഅഖിദൂന ബിഹാ. അഫലം യസീറു ഫിൽ അർളി അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എങ്കിൽ ഫയകൂന ലഹും അവർക്കുണ്ടാകും ഖുലൂബുൻ യഅഖിദൂന ബിഹാ ചിന്തിക്കാവുന്ന ഹൃദയം അവർക്കുണ്ടാകും. ഔ ആദാനു യസ്മഊന ബിഹാ കേൾക്കാവുന്ന കാതുകൾ അവർക്കുണ്ടാകും. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ തീർച്ചയായും കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുക. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാകുന്നു അന്ധത ബാധിക്കുക എന്ന് സൂറത്ത് ഹജ്ജിൽ അല്ലാഹു തആല പറഞ്ഞിട്ട്. കണ്ണല്ല കാണാതെക്കല്, കൽബിനാണ് കാഴ്ച പോകരുതാണ്. കൽബിന് കാഴ്ച പോയാലാണ് ഈ വക ദൃഷ്ടാന്തങ്ങളൊന്നും പിന്നെ കണ്ട് ബോധ്യപ്പെടാതിരിക്കുക. കണ്ണിന് കാഴ്ച ഉണ്ട്, കൽബിന് കാഴ്ച ഇല്ല എന്നാൽ പിന്നെ കാര്യമൊന്നുമില്ല. കണ്ണിന് കാഴ്ച ഇല്ല, കൽബിന് കാഴ്ച ഉണ്ട് എങ്കിൽ അത് മതി കണ്ടറിയാൻ. അപ്പോൾ അവർ സഞ്ചരിക്കുന്നില്ലേ ഭൂമിയിലൂടെ എങ്കിൽ അവർക്ക് അങ്ങനെ കണ്ടു മനസ്സിലാക്കാവുന്ന ചിന്തിക്കാവുന്ന ഹൃദയമുണ്ടാകുമായിരുന്നു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തു സജദയിലും അഫലം യഹ്ദിലഹും കം അഹ്ലക്കിന മിൻ സജദയിലും ഇതേ ആശയം കാണാൻ കഴിയും. അഫലം യഹ്ദിലഹും കം അഹ്ലക്കിന മിൻ ഖബ്ലിഹിം മിൻ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാത്തിൻ അഫലാ യസ്മഊൻ. ഇതേ ആയത്ത് അവർക്ക് അവിടെ വ്യക്തമാക്കി കൊടുത്തിട്ടില്ലേ എത്ര നശിപ്പിച്ചത് എന്ന്. യംശൂന ഫീ മസാകിനിഹിം അവരുടെ വീടുകളിൽ കൂടി ഇവർ നടക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ യസ്മഊൻ അവർ കേൾക്കുന്നില്ലേ എന്ന് അവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ലിഉലിന്നുഹാ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിന്നുഹാ ശരിയായ ബുദ്ധിയുള്ളവർക്കെല്ലാം, തിരിച്ചറിയാനുള്ള ശേഷിയുള്ളവർക്കെല്ലാം അതിൽ ദൃഷ്ടാന്തമുണ്ട് തീർച്ച. വലൗലാ കലിമത്തുൻ സബഖത് മിൻ റബ്ബിക ലകാന ലിസാമാ വഅജലുൻ മുസമ്മാ. വലൗലാ കലിമത്തുൻ ഒരു വചനമില്ലായിരുന്നുവെങ്കിൽ സബഖത് മിൻ റബ്ബിക നിന്റെ റബ്ബിൽ നിന്നുള്ള വചനമില്ലായിരുന്നുവെങ്കിൽ. എങ്ങനെ സബഖത്ത്
മുൻകടന്നു പോയ വലൗലാ കലിമത്തുൻ സബഖത് മുൻകടന്നു പോയ വചനമില്ലായിരുന്നുവെങ്കിൽ മിർ റബ്ബിക എൻ്റെ റബ്ബിൽ നിന്ന് ലകാന ലിസാമ ആ ശിക്ഷ അവർക്ക് അനിവാര്യമാകുമായിരുന്നു, അവരെ തന്നെ വിടാതെ കൂടുമായിരുന്നു. വഅജലും മുസമ്മ നിശ്ചയമായ അവധിയും ഇല്ലായിരുന്നുവെങ്കിൽ. അല്ലാഹു തആല വെച്ച ചില വ്യവസ്ഥകൾ, ആ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ സുഖമായി ജീവിക്കുന്നതെന്നർത്ഥം. ഓരോന്നിനും അല്ലാഹു ഓരോ അജൽ നിശ്ചയിച്ചിട്ടുണ്ട്, നിശ്ചയമായ ഒരു അവധി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് ഓരോന്നിനും. അതേപോലെ അല്ലാഹു തആലയുടെ ചില തീരുമാനങ്ങൾ, അതാ കലിമത്തുൻ സബഖത്ത് എന്നത്, മുൻകടന്നു പോയ വചനങ്ങൾ എന്നത് അല്ലാഹു വെച്ച ചില തീരുമാനങ്ങളുണ്ട്. പ്രവാചകന്മാരെ പറഞ്ഞയച്ച് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് എന്നിട്ടും തള്ളിക്കളയുമ്പോഴാണ് അല്ലാഹു തആല അവർക്ക് അദാബ് നൽകുക. അതുതന്നെ അല്ലാഹു പരലോകത്താണ് ശിക്ഷിക്കുക. ദുനിയാവിൽ പൊതുവെ അല്ലാഹു തആല അധികമൊന്നും ശിക്ഷിക്കാറില്ല. വളരെ അപൂർവം ചില സമൂഹത്തിന് മാത്രമാണ് ദുനിയാവിൽ അല്ലാഹു തആല ശിക്ഷ നൽകിയത്. അപ്പോൾ അള്ളാഹിൻ്റെ ആ ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളും അതേപോലെ അജലും മുസമ്മ നിശ്ചലമായ അവധിയും അത് രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമ. അജൽ മുസമ്മ കണ്ടാണ് ലൗലാ കലിമത്തുൻ എന്നുള്ള അയ്മക്കാണ്. കലിമത്തില്ലായിരുന്നുവെങ്കിൽ വ അജലുൻ അജലും ഇല്ലായിരുന്നുവെങ്കിൽ എന്നർത്ഥം. കലിമത്തും അജലും ഇല്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമ. ലിസാമക്കാണ് ബന്ധമെങ്കിൽ ലക്കാന ലിസാമൻ വ അജലം മുസമ്മാനാവും. അതല്ല, ലൗലാ കലിമത്തുൻ വചനം ഇല്ലായിരുന്നുവെങ്കിൽ വ അജലുൻ അവധിയും ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ലക്കാന ലിസാമ. തീർച്ചയായും ആ അദാബ് ലിസാമ അവർക്ക് അനിവാര്യമാകുമായിരുന്നു, ലാസിമാകുമായിരുന്നു. അവരെ കൂടെ നിർബന്ധമായും അനിവാര്യമായും അവർക്ക് ആ അദാബ് ഇപ്പോൾ വരുമായിരുന്നു. മക്കത്തെ മുശ്രിക്കീങ്ങൾക്കുള്ള ഒരു വാണിംഗ് ആണ്. അവരെ ശിക്ഷിക്കാൻ വകുപ്പില്ലാഞ്ഞിട്ടല്ല. മുൻകാല സമുദായങ്ങൾക്ക് അദാബ് വന്നതുപോലെ ഇവർക്കും അദാബ് വരാനൊക്കെ യോഗ്യരാണവർ. പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, റബ്ബിൻ്റെ ചില തീരുമാനങ്ങൾ കൊണ്ട്, അള്ളാഹു നിശ്ചയിച്ചു വെച്ച ചില അവധികൾ ഉള്ളത് കൊണ്ടൊക്കെയാണ് അവരിപ്പം അങ്ങനെ സുഖമായി ജീവിച്ചു പോകുന്നത്. അവർ രക്ഷപ്പെടുന്നൊന്നും വിചാരിക്കേണ്ട. അവർക്ക് ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ അവർക്ക് ലഭിക്കാനുണ്ട്. അവരൊന്ന് കരുതിയിരുന്നോട്ടെ, അവരതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളട്ടെ എന്ന ഒരു വാണിംഗ് കൂടിയാണ് അവിടെ അല്ലാഹു തആല നൽകുന്നത്. അതെ, ലാസിമിൻ്റെ മറ്റൊരു വാക്കാണ് ലിസാം. ലിസാം മസ്തറാണ്. മസ്തറാണ് ലിസാം. ലാസിം ഇസ്മു ഫായിലാണ്. നിർബന്ധമായത് എന്നാണ് ലാസിമാകുമ്പോൾ. ലിസാം നിർബന്ധം, അനിവാര്യം എന്നാണ്. ലക്കാന ലിസാമൻ അത് അനിവാര്യമാകുമായിരുന്നു. ശരിക്ക് വിടാതെ കൂടുക, അതാ ശരിക്കും ലസിമ എന്ന വാക്കിന് അർത്ഥം. ലസിമ ശരിക്കും ഒരാൾ വേറൊരാളെ കൂടെ എപ്പോഴും നടക്കുകയാണെങ്കിൽ മുലാസിം എന്ന് പറയാം. മുലാസിം. ഇപ്പം ഇമാം മുസ്ലിമിനെ കുറിച്ച് കാണാം, ലാസം അൽ ഇമാം അൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ കൂടെ ഇമാം മുസ്ലിം ലാസമ. ലാസമ എന്താണ്? എപ്പോഴും ഒപ്പുണ്ടാവുന്നു. ഇദ്ദേഹമുണ്ടോ മറ്റാളൊപ്പുണ്ടാവും. ഒട്ടിക്കൊടുപ്പം ഒന്നിച്ച് നടക്കുക. ഏത് സമയവും ഒരു എങ്ങനെ എപ്പോഴും ഒന്നിച്ചുണ്ടാവുക. അതിനാണ് അവർ തമ്മിൽ ലിസാമാണ്, ലാസിമാണ്, മുലാസിമീങ്ങളാണ് എന്ന് പറയാം. അതാണ് ഇതിൻ്റെ അസലർത്ഥം. ലസിമ ലാസമ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും വേർപ്പെടുത്താനാകാത്ത വിധം ഒരിങ്ങനെ ഒട്ടിപ്പിടിച്ചതുപോലെ, ഒട്ടിച്ചു വെച്ചതുപോലെ ഒരിക്കലും വേർപ്പെടുത്താനാകാത്ത വിധം എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്നു. അതാ ശരിക്കും ലസിമ എന്ന പദം. അതിനാണ് പിന്നെ ബാക്കിയൊക്കെ ഉപയോഗിക്കുന്നത്. വാജിബിന് ലാസിം ഉപയോഗിച്ച അർത്ഥത്തിലാണ്. കാരണം അത് ഒഴിവാക്കാൻ പറ്റില്ല. ലാസിമായ കാര്യം ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. അതെപ്പോഴും ചെയ്തേ പറ്റൂ, നിർബന്ധമാണ് വാജിബായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതിന് ലാസിം എന്ന പേര് വന്നത്. അല്ല, ലാസിമിൻ്റെ അസലർത്ഥം നിർബന്ധം എന്നല്ല. നിർബന്ധത്തിന് പിന്നെ അത് ഉപയോഗിച്ചതാണ്. ഒട്ടിപ്പിടിച്ച് നിൽക്കുക ശരിക്കർത്ഥം. വിടാതെ കൂടുക, ഒട്ടിപ്പിടിച്ച് നിൽക്കുക, എപ്പോഴും കൂടെ ഉണ്ടാവുക, അനിവാര്യമാവുക, അതൊക്കെയാണ് അർത്ഥം. അതൊരു വജബ ശരിക്ക് സക്കത്താന. വജബ ശരിക്ക് അതാണ് വജബ. വീണിട്ട് അവിടെ തന്നെ കിടക്കുക, അതിനെ ശരിക്കും വജബ എന്ന് പറയാം. വീണാൽ പിന്നെ എണീക്കാൻ കഴിയാതെ ആ വീണെടുത്ത് കിടക്കുന്നതിനാണ് ശരിക്കും വാജിബ് എന്ന പദം ശരിക്കും ഉപയോഗിക്കുക. അതാണ് ഒട്ടകത്ത് നടക്കണ ബലിയെപ്പറ്റി പറഞ്ഞ പറഞ്ഞല്ലോ, ഫൈദാ വജബത്ത് ജുനൂബുഹ. ഒട്ടകത്ത് നിർത്തിക്കൊണ്ട് നടക്കണം പറഞ്ഞു. ഫൈദാ വജബത്ത് ജുനൂബുഹ, അതിലെ പാർശ്വങ്ങൾ ഇലാ വജബത്ത്, അത് വീണാൽ പരിഭാഷാർത്ഥം കാണാം. വജബക്ക് അവിടെ അതിൻ്റെ പാർശ്വങ്ങൾ മേൽ അത് വീണ് കഴിഞ്ഞാൽ, അത് വീണാൽ പിന്നെ എണീക്കാൻ കഴിയില്ല. അതാണ് അവിടെ വജബ എന്നുള്ള വാക്ക്. അതാണ് ഈ വാജിബിനും പിന്നീട് ഉപയോഗിച്ചത്.
അതാണ് ഇവിടെ ലാസിം. ആ അലാബ് അവരൊപ്പം എപ്പോഴും ഉണ്ടാകുമായിരുന്നു. കാലിസാമ, ആ അലാബ് പോലെ വിട്ടുപോകില്ലായിരുന്നു. അലാബ് ഇല്ലാത്ത നേരം ഉണ്ടാവില്ലാന്ന്. ഇതിപ്പോൾ അലാബ് അല്ല നിശ്ചയിച്ച സമയത്ത് വരില്ലേ. അതാണ് നിശ്ചയിച്ചൊരു അജലാകുമ്പോൾ അലാബ് വരുന്നു. അങ്ങനെ അജല് വെച്ചിട്ടില്ലായിരുന്നുവെങ്കിലോ അലാബ് ഓരോപ്പം തന്നെ ഉണ്ടാകുമായിരുന്നു. ആ അലാബ് ഇല്ലാത്ത സമയം അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല. സദാസമയം അവർക്ക് അലാബാകുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല ഒരു കലിമത്തുൻ സബഖത്ത്, ഒരു തീരുമാനം അല്ല പണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു അവധി അല്ല വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഇപ്പം അലാബില്ല. അല്ലെങ്കിൽ ഒരു എപ്പോഴും സദാസമയം അവർ അലാബിൽ തന്നെ ആകുമായിരുന്നു. അത് അലക്കാന ലിസാമ എന്ന് പറയുന്നത്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى سبحانك اللهم وبحمدك. السلام عليكم.